4 വർഷത്തോളം മുൻപുണ്ടായ പക്ഷാഘാതമാണ് വി എസിനെ വിശ്രമിക്കാൻ നിർബന്ധിതനാക്കിയത്. തിരുവനന്തപുരത്ത് ബാർട്ടൺ ഹില്ലിലുള്ള മകൻ അരുൺകുമാറിന്റെ വസതിയിലായിരുന്നു വി എസിന്റെ വിശ്രമ ജീവിതം. രാവിലെ 1 മണിക്കൂറോളം പത്രം വായിച്ചു കേൾപ്പിക്കും. വൈകിട്ട് ടിവിയിൽ വാർത്തയും കേൾക്കും. ഇതായിരുന്നു വി എസിന്റെ അവസാന കാലഘട്ടം. വി എസ് വിശ്രമ ജീവിതം ആരംഭിച്ചതോടെ അനുയായികൾക്കൊപ്പം രാഷ്ട്രീയ എതിരാളികളും ആ ശൂന്യത അനുഭവിച്ചു തുടങ്ങി. വി എസ് ഉണർന്ന് പ്രവർത്തിച്ചപ്പോഴൊന്നും കേരള രാഷ്ട്രീയം വിരസമായിട്ടില്ല. ഒരു പ്രതികരണത്തിൽ പല ചലനങ്ങളും അദ്ദേഹം സൃഷ്ടിക്കുമായിരുന്നു. 1923 ഒക്ടോബർ 20 ജനിച്ച വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ചു. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, CPM സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം, LDF കൺവീനർ, അങ്ങനെ ഇടത് രാഷ്ട്രീയത്തിൽ വി എസ് വഹിക്കാത്ത പദവികളില്ല. പോരാട്ടങ്ങളിലൂടെ നായകന്റെയും പ്രതിനായകന്റെയും വേഷം വി എസ് മാറി മാറി അണിഞ്ഞു. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ KK രമയെ ആശ്വസിപ്പിക്കാൻ പോയ വി എസിന്റെ നടപടി CPM-നെ ആകെ ഞെട്ടിച്ചിരുന്നു. 2015 ആലപ്പുഴ സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോരേണ്ടി വന്നതായിരുന്നു പാർട്ടി ജീവിതത്തിൽ വി എസിന് ഏറ്റവും കനം അനുഭവപ്പെട്ട സന്ദർഭം. ആലപ്പുഴയിൽ വി എസ് വാങ്ങിയ വേലിക്കകത്ത് വീട്ടിലും പിന്നീട് തിരുവനന്തപുരത്തെ കന്റോൺമെന്റ് ഹൗസിലും കാണാനെത്തിയവരുടെ മുന്നിൽ ഏറെ നേരം അദ്ദേഹം അന്ന് നിശബ്ദനായിരുന്നു. തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിൽ വിധിച്ച ക്യാപിറ്റൽ പണിഷ്മെന്റ് അടക്കം ഒരുപാട് അപമാനങ്ങൾ ഉണ്ടായെങ്കിലും വി എസിനെ ഇതൊന്നും തളർത്തിയില്ല. തനിക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വി എസ് അച്യുതാനന്ദൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: അന്ന് വസൂരി പേടിപ്പെടുത്തുന്ന രോഗമാണ്. അത് വന്നാൽ പിന്നെ മരണത്തിന് കീഴടങ്ങുകയേ വഴിയുള്ളൂ. അതുകൊണ്ട് രോഗിയെ ഒറ്റയ്ക്ക് മാറ്റിപ്പാർപ്പിക്കും. ഒരു ദിവസം തൻ്റെ അമ്മയ്ക്കും വസൂരി പിടിപെട്ടു. അങ്ങനെ മാറ്റിപ്പാർപ്പിച്ച അമ്മയ്ക്ക് മക്കളെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ തോട്ടിൻകരയിൽ കൊണ്ടു നിർത്തിയതൊക്കെ ഓർമ്മയുണ്ട്. ചെറ്റക്കീറിന്റെ വിടവിലൂടെ അമ്മ എന്നെ കൈകാട്ടി വിളിച്ചിരുന്നു എന്ന് തോന്നുന്നു. പിന്നീട് അമ്മ മരിച്ചു. അമ്മ അക്കമ്മയുടെ മരണശേഷം അച്ഛനും അമ്മയും ഒക്കെ അച്ഛൻ ശങ്കരനായിരുന്നു വി എസിന്. 11 വയസ്സായതോടെ അച്ഛനും കടുത്ത രോഗത്തിന്റെ പിടിയിലായി. അധികം കഴിയും മുൻപ് അച്ഛനും അമ്മയുടെ ലോകത്തേക്ക് പോയി. അച്ഛൻ്റെ രോഗം മാറണേ എന്ന് പറഞ്ഞ് ഞാൻ പതിവായി പ്രാർത്ഥിക്കുമായിരുന്നു. അറിയാവുന്ന എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു. വൈദ്യരുടെ അടുത്തുപോയി അച്ഛന് മരുന്ന് വാങ്ങിച്ചിരുന്നതും ഞാനായിരുന്നു. പക്ഷേ എന്തു കാര്യം? അച്ഛൻ മരിച്ചു. അതോടെ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു ദൈവത്തിനെയും വിളിച്ചിട്ടുമില്ല. പിന്നീട് വലുതായി ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് പ്രാർത്ഥനയിലൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലായത്. താൻ ഈശ്വരവിശ്വാസി അല്ലാതായത് സ്വന്തം ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് വി എസ് ഇവിടെ പറയുന്നു. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച വി എസ് 1938 സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നു. 1940 അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ അംഗമാകുന്നത്. 1946 പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റിലായി. 1964 CPI ദേശീയ കൗൺസിൽ വിട്ട് CPM രൂപീകരിച്ച 32 നേതാക്കളിൽ ഒരാളാണ് വി എസ്. 1967 തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ചാണ് വി എസ് ആദ്യമായി നിയമസഭയിൽ എത്തുന്നത്. 1980 മുതൽ തുടർച്ചയായി 3 തവണ CPM സംസ്ഥാന സെക്രട്ടറി പദവിയും വി എസ് വഹിച്ചു. 1985 പോളിറ്റ് ബ്യൂറോ അംഗമായി. 2006 കേരളത്തിന്റെ 20ാമത്തെ മുഖ്യമന്ത്രിയായി. 2021 2011 പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനവും അദ്ദേഹം വഹിച്ചു. ക്രൂരമായ പോലീസ് മർദ്ദനത്തിന് ഇടയാകേണ്ടി വന്ന മറ്റൊരു സംഭവം കൂടി വി എസ് വിശദീകരിക്കുന്നുണ്ട്. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരായി ആലപ്പുഴ ആലിശ്ശേരി മൈതാനത്ത് വമ്പിച്ച പൊതുയോഗം നടന്നു. MN ഗോവിന്ദൻ നായർ, TV തോമസ്, N ശ്രീകണ്ഠൻ നായർ, TK ദിവാകരൻ, വർഗീസ് വൈദ്യൻ, വി എസ് അച്യുതാനന്ദൻ എന്നിവരായിരുന്നു ആ യോഗത്തിലെ പ്രധാന പ്രസംഗകർ. അവർക്കെല്ലാം എതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് നേതാക്കൾക്ക് ഒളിവിൽ പോകേണ്ടി വന്നു. R സുഗതൻ, VA സൈമൺ എന്നിവരൊക്കെ ഇതിനകം ജയിലിലായി കഴിഞ്ഞിരുന്നു. 1946 സെപ്റ്റംബർ ആയിരുന്നു കാലഘട്ടം.
കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തിപ്പെട്ടു വരികയായിരുന്ന കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലെ പ്രധാന പ്രവർത്തകർ ജയിലിലായതോടെ അവിടെ പ്രവർത്തനം തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടായി. അത് ഒഴിവാക്കാൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന KV പത്രോസ് അച്യുതാനന്ദനോട് പൂഞ്ഞാറിൽ പോയി പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകി. അറസ്റ്റ് വാറന്റ് നിലവിലുള്ളതിനാൽ VSന് ആലപ്പുഴയിൽ പരസ്യമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയായതിനാൽ അദ്ദേഹം നേരെ പൂഞ്ഞാറിലേക്ക് പോയി. മന്മഥൻ, രാജു, ജോസഫ് എന്നിങ്ങനെ പല പേരുകളിലായിരുന്നു അവിടെ പ്രവർത്തിച്ചത്. അവിടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പാർട്ടി പുനഃസംഘടന പൂർത്തിയാക്കിയ VS ചെന്നുചാടിയത് പുന്നപ്ര വയലാർ സമരത്തിന്റെ തീച്ചൂളയിലേക്ക്. ഒക്ടോബർ 23 പുന്നപ്രയിലെ പോലീസ് ക്യാമ്പിലേക്കുള്ള 1000-ലേറെ തൊഴിലാളികളുടെ പ്രകടനം ഉദ്ഘാടനം ചെയ്ത ശേഷം പാർട്ടി നിർദ്ദേശപ്രകാരം VS ചെത്തുതൊഴിലാളി യൂണിയൻ സെക്രട്ടറി ഒളോത്ര കൃഷ്ണൻകുഞ്ഞിന്റെ സഹോദരി ഭവാനി അമ്മയുടെ പൂക്കൈത ആറിനരികിലുള്ള കരിമ്പാവ് വളവിലുള്ള വീട്ടിലെത്തി. ഇതേ സമയം പ്രകടനം പോലീസ് സംഘത്തിന്റെ ക്യാമ്പിനടുത്തെത്തിയപ്പോഴേക്കും ഇൻസ്പെക്ടർ വേലായുധൻ നാടാർ തൊഴിലാളികൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടു. തൊഴിലാളികൾ നിലത്തുകിടന്ന് മുന്നോട്ടിഴഞ്ഞ് വാരിക്കുന്തവും മറ്റുമായി പോലീസിനെ നേരിട്ടു. 50ഓളം തൊഴിലാളികൾ വെടിയേറ്റു മരിച്ചു. തെങ്ങുകയറ്റ തൊഴിലാളിയായ ശങ്കരൻ ഇൻസ്പെക്ടർ വേലായുധൻ നാടാരുടെ തല വെട്ടിമാറ്റി. SI ഉൾപ്പെടെ 10ഓളം പോലീസുകാരും മരിച്ചു. കുറെ തോക്കുകളും തൊഴിലാളികൾ പോലീസിൽ നിന്ന് പിടിച്ചെടുത്തു. അതിൽ 2 തോക്ക് VS ഇരുന്നിടത്തും തൊഴിലാളികൾ കൊണ്ടുവന്നു. അവ പൂക്കൈത ആറ്റിലിടാനാണ് VS അന്ന് നിർദ്ദേശിച്ചത്. പിന്നീട് പാർട്ടി ആവശ്യപ്പെട്ടതിനനുസരിച്ച് വീണ്ടും പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോയി. പൂഞ്ഞാറിൽ ഒരു ബീഡി തൊഴിലാളിയുടെ വീട്ടിൽ കഴിയുമ്പോഴാണ് VS പോലീസിന്റെ പിടിയിലാവുന്നത്. പിടിച്ചവർക്ക് അത് പുന്നപ്ര വയലാർ കേസിലെ പ്രതിയാണ് എന്ന് അറിയില്ലായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരനായതിനാൽ മർദ്ദിച്ച് ഈരാറ്റുപേട്ട പോലീസ് ഔട്ട്പോസ്റ്റിലും പിന്നീട് പാലാ സ്റ്റേഷനിലും കൊണ്ടുവന്നു. SP വൈദ്യനാഥ അയ്യരുടെ വിശ്വസ്തനായ CID വാസുപിള്ളയാണ് പിടിയിലായത് VS ആണെന്ന് തിരിച്ചറിഞ്ഞത്. അതോടെ കടുത്ത മർദ്ദനം അഴിച്ചുവിട്ടു. ഇൻസ്പെക്ടറും 10ഓളം പോലീസുകാരും കൊല്ലപ്പെട്ട കേസിലെ പ്രതിയെ കിട്ടിയതോടെ ക്രൂരമായ പീഡനമാണ് VSന് അനുഭവിക്കേണ്ടി വന്നത്. ലോക്കപ്പിന്റെ അഴികൾക്കിടയിലൂടെ കാല് പുറത്തേക്കിട്ട ശേഷം 2 ലാത്തികൾ മുകളിലും താഴെയുമായി വെച്ചുകെട്ടി. ലോക്കപ്പിന് പുറത്തുനിന്ന് പോലീസുകാർ ലാത്തി ഉപയോഗിച്ച് കാലിന്റെ വെള്ളയിൽ അടിക്കും. കുറെ അടി കൊണ്ടതോടെ കാല് മരവിച്ചു. ഒളിവിലിരുന്ന വീട്ടിൽ നിന്ന് കിട്ടിയ പനയോലയിൽ എഴുതിയിരുന്ന പേരുവിവരം ആവശ്യപ്പെട്ടും കഠിനമായും മർദ്ദിച്ചു. ഒരു പോലീസുകാരൻ ഇതിനിടയിൽ ഓടിവന്ന് തോക്കിന്റെ ബയണറ്റ് കാലിൽ കുത്തിയിറക്കി. ആ പാട് ഇപ്പോഴും VSന്റെ കാലിലുണ്ട്. ആ ഇടിയിൽ ലോക്കപ്പിലേക്ക് രക്തം തെറിച്ചു. അതോടെ VS ബോധരഹിതനായി. ഇതിനിടയിൽ ഒരു ദിവസം ഇടിയൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നാരായണപിള്ള ലോക്കപ്പിലേക്ക് കയറി വന്നു. പിന്നെ ഇടിയോടിടിയായിരുന്നു. ബൂട്ടിട്ട് മുതുകിൽ തൊഴിച്ചു. അവിടമാകെ ചുവന്നു വീർത്ത് രക്തം കെട്ടിക്കിടന്നു. ഇടിയുടെ ആഘാതത്തിൽ മൂത്രതടസ്സം നേരിട്ടു. അന്ന് ലോക്കപ്പിൽ കോലപ്പൻ എന്നൊരു കള്ളനുമുണ്ടായിരുന്നു. കോലപ്പൻ കയ്യിൽ കരുതിയിരുന്ന എണ്ണയിട്ട് VSനെ തിരുമ്മി. ഇതിനിടയിൽ ബോധം കെട്ട VS മരിച്ചുപോയി എന്നാണ് പോലീസ് കരുതിയത്. മരിച്ചുവെങ്കിൽ മൃതദേഹം കൊണ്ടുപോയി കാട്ടിൽ കളയാനായിരുന്നു ഇടിയനായ പോലീസുകാരന്റെ കൽപ്പന. അതിന് കള്ളൻ കോലപ്പനെ കൂടി കൂട്ടാനും നിർദ്ദേശിച്ചു. ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുമ്പോഴാണ് കോലപ്പന് VSന് നേരിയ തുടിപ്പുണ്ടോ എന്ന് സംശയം തോന്നിയത്. കോലപ്പൻ കരഞ്ഞു പറഞ്ഞതിനെ തുടർന്ന് പോലീസുകാർ വണ്ടി നേരെ പാലായിലെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇടിയേറ്റ് നുറുങ്ങിയ ആ ശരീരത്തിൽ ജീവന്റെ തുടിപ്പുകൾ ബാക്കിയുണ്ട് എന്ന് ഡോക്ടർമാർ കണ്ടെത്തിയതോടെ VSന് പുനർജന്മം. VSനെ മർദ്ദിച്ചവരിൽ ഒരാൾക്ക് പിന്നീട് അദ്ദേഹത്തെ ആശ്രയിക്കേണ്ടി വന്നുവെന്നതാണ് ഏറ്റവും കൗതുകകരം. തന്നെ ഇടിച്ചു പിഴിഞ്ഞ കൃഷ്ണൻ നായർ എന്ന പോലീസ് SI ആണ് ജാളിതയോടെയാണെങ്കിലും VSനെ തേടിയെത്തിയത്. അപ്പോഴേക്കും കേരളം പിറന്നു കഴിഞ്ഞിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ അധികാരമേറ്റ കാലം. അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ് VS. പാർട്ടിയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി CS ഗോപാലപിള്ളയുടെ കത്തുമായാണ് കൃഷ്ണൻ നായരുടെ വരവ്. സ്ഥാനക്കയറ്റത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ VS ശുപാർശ ചെയ്യണം എന്നതായിരുന്നു ആവശ്യം. VSന്റെ ഇതിനോടുള്ള പ്രതികരണം നോക്കട്ടെ എന്ന് മാത്രമായിരുന്നു. നോക്കിയോ എന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ അയാൾക്ക് അർഹതയുണ്ടായിരുന്നെങ്കിൽ കിട്ടിക്കാണും എന്നുമായിരുന്നു VSന്റെ മറുപടി.
8 പതിറ്റാണ്ട് നീണ്ട പൊതുപ്രവർത്തന ചരിത്രത്തിൽ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ, LDF കൺവീനർ, CPM സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം എന്നിങ്ങനെ വഹിച്ച സ്ഥാനങ്ങൾ ഏറെയുണ്ട് VS-ന്. ഇതിൽ ജനവിഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ അകമഴിഞ്ഞ പിന്തുണയാണ് VS-ന് ഏറെ സംതൃപ്തി നൽകിയതത്രേ.